എല്ലാവർക്കും നമസ്കാരം. ക്ഷണപ്രകാരം വന്ന എല്ലാവർക്കും നന്ദി. കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി എന്നെപ്പറ്റി പല വിധത്തിലുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിലെല്ലാം വന്നുകൊണ്ടിരിക്കുക. പ്രിന്റ് മീഡിയയിലും വരുന്നുണ്ടായിരുന്നു, ഇലക്ട്രോണിക് മീഡിയയിലാണ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഞാൻ പറയാത്ത കാര്യങ്ങളും പലരും കൊടുത്തു. ഞാൻ അറിയാത്ത കാര്യങ്ങളും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരു മാധ്യമത്തോടും ഞാൻ മത്സരിക്കുന്നുവെന്ന് ഇതിന് തൊട്ടു മുമ്പ് വരെ പറഞ്ഞിട്ടില്ല. ഒരു രാഷ്ട്രീയ നേതാവിനോടും ഒരു രാഷ്ട്രീയ പ്രവർത്തകരോടും ഞാൻ മത്സരിക്കുന്നതായി അറിയിച്ചിട്ടില്ല. ഒരു പ്രതിപക്ഷ കക്ഷിയുടെ ഒരു നേതാവുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. ഒരു കൂടിയാലോചന ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ ആമുഖമായി പറയുകയാണ്. പക്ഷെ ഞാൻ കോൺഗ്രസ് നേതാക്കളുമായി നേരത്തെ സംസാരിച്ചെല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്ന പ്രചരണം ചില മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. പിന്നെ UDF പിന്തുണയോടെ ഞാൻ മത്സരിക്കുന്നു. എന്റെ മിക്കവാറും എല്ലാ മാധ്യമങ്ങളും ദേശാഭിമാനിയോട് ചെല്ലൽ കൊടുത്തിരിക്കുക. ദേശാഭിമാനി പിന്നെ എന്റെ വാർത്തകൾ പൊതുവെ കൊടുക്കാറില്ല. ഇത് മാത്രമല്ല, ഇതിലൊട്ടും കൊടുക്കില്ല, ഒന്നും കൊടുക്കാറില്ല. എന്റെ വാർത്തകൾ കൊടുക്കില്ല. വളരെ കഷ്ടപ്പെട്ട് നമ്മൾ നിർമ്മിച്ച പെരുമ്പളം പാലത്തെ പറ്റി 5 വാറോളം കൊണ്ട് ദേശാഭിമാനി വന്നു. ഒരിക്കൽ പോലും ഒരു G. സുധാകരൻ മരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ ആവിഷ്കരിച്ചുവെന്ന് അവർ പറയാൻ തയ്യാറായിട്ടില്ല. നേരത്തെ അറിയാനാണ്. അതൊന്നും ആ റിപ്പോർട്ടർമാർ പാലിക്കുന്നില്ല. പത്രാധിപർ എന്ന് പറഞ്ഞുകൊണ്ടല്ല ഇത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ അവർ സ്വാഭാവികമായിട്ടും എന്നെപ്പറ്റി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യത്തില്ല. അല്ലാതെ റിപ്പോർട്ട് ചെയ്യാറില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കുറെ കാലമായിട്ട് അതിന്റെ കാരണമാണ്. അപ്പൊ UDF പിന്തുണയോടെ ഞാൻ മത്സരിക്കുന്നുവെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. പിന്നെ പാർട്ടി നേതാക്കൾ ദൌത്യവുമായി വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രചാരണം. ഒരു ദൌത്യവുമായി ആരും എന്റെ അടുത്ത് വന്നിട്ടില്ല. MA ബേബി എന്നോട് ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് സംസാരിച്ചത്. അതിന് മുമ്പ് സംസാരിച്ചത് ഇന്നലെയാണ് സംസാരിച്ചത്. ഇവിടെ അദ്ദേഹം ഭാര്യ ഇവിടെ വന്നു, ഊണം കഴിച്ചിട്ട് പോയി. എന്നാലും ഒന്നും ഞങ്ങളിതൊന്നും സംസാരിച്ചില്ല. എന്നാലും ടെലിഫോണിൽ സംസാരിച്ചിട്ട് എനിക്കില്ല. അത് കഴിഞ്ഞാണ് നാസറുടെ നേതൃത്വം സുജാത അടക്കം അവരൊരു 10-12 സെക്രട്ടേറിയറ്റ് മെമ്പർമാരും ചന്ദ്രബാബു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരും വന്നത്. അതിനു മുമ്പ് ഒരാഴ്ച മുമ്പായിരിക്കണം സുജാതയും ഹരിശങ്കറും വന്നു. സുജാത എന്റെ ബന്ധുവാണ്. ഹരിശങ്കറിന്റെ അനന്തരവരുടെ ഭർത്താവാണ്. അവർ രണ്ടും കൂടെ വന്നിരുന്നു. ഹരിശങ്കർ ഒന്നും സംസാരിച്ചില്ല. സുജാത രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പോവുകയും ചെയ്തു. വേറെ ആരും എന്നോട് വന്നിട്ടില്ല. ഇതെല്ലാം ഈ അടുത്ത ദിവസങ്ങളുള്ള കാര്യമാണ്. അപ്പോ ഇതെല്ലാം പ്രചരണങ്ങളാണെന്ന് ഞാൻ പറയുകയാണ്. ഒരു ദൌത്യവുമായി ആരും വന്നിട്ടില്ല. ദൌത്യവുമായി വരേണ്ടതായ സാഹചര്യങ്ങളില്ല. ഞാൻ നേരത്തെ തന്നെ അറിയിച്ചു. 63 വർഷം മുമ്പ് ഹൈസ്കൂളിൽ പഠിക്കുന്നു. പാർട്ടി മെമ്പറായതാണ് 15-ാമത്തെ വയസ്സ്. അതിന്റെ കാരണം സ്കൂളിൽ പ്രസംഗ മത്സരം, ഉപന്യാസ മത്സരം, അക്ഷരശ്ലോകം, ഇതൊക്കെ ഞാൻ 1ാം സ്ഥാനത്താണ്. അത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ബ്ലോക്കല്ല, NES ബ്ലോക്കുണ്ട്. ആ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പിന്നീട് മത്സരം അവിടെയൊക്കെ ഇത് തന്നെ ആവർത്തിച്ച് ജയിച്ചു. പിന്നെ ജില്ലാ കലോത്സവമാണ്. സ്റ്റേറ്റ് കലോത്സവം ഒന്നും സ്കൂളിനില്ല. അവിടെയും പ്രസംഗം, ഉപന്യാസം, അക്ഷരശ്ലോകം.
സ്പോർട്സിലൊന്നും ഞാൻ പ്രാവീണ്യം തെളിയിച്ചിട്ടില്ല. ഇതിലൊക്കെ വിജയിച്ചതുകൊണ്ട് പ്രദേശത്തുള്ള പാർട്ടി സഹാക്കൾ എന്നെ പാർട്ടിയിലൊക്കെ കയറുന്നു. 18 വയസ്സായാലും ചേരാൻ പറ്റും, പക്ഷെ ഭരണഘടന പക്ഷെ എൻ്റെ 15 വയസ്സായപ്പോഴേക്കും വേറൊരു പാർട്ടിയിൽ പോകാതിരിക്കാൻ വേണ്ടി ചെയ്തത്. പിന്നെ 12 സ്കൂളിൽ പഠിക്കാൻ പോയി, മെമ്പർഷിപ്പൊക്കെ തുടർന്നു. പിന്നെ SM കോളേജ് 67 പഠിക്കാൻ പോയപ്പോഴാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തകർ, പൂർണ്ണസമയ പ്രവർത്തകർ 67 തുടങ്ങിയതാണ്. ഈ സ്റ്റേറ്റ് കമ്മിറ്റിയൊന്നും തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും മാറ്റിയാണ് 2002 വരെയുള്ള കാലത്ത് ഞാൻ പൂർണ്ണസമയ പ്രവർത്തകനാണ്. ഇപ്പം പൂർണ്ണസമയ പ്രവർത്തകനാണ്. അപ്പോൾ ഇതൊക്കെയാണ് വസ്തുതകൾ. ഈ വസ്തുതകൾ ചരിത്രപരമായി കൂട്ടി വായിക്കുന്നതിന് പകരം ചില വസ്തുതകൾ പറയുകയും ചിലത് പറയാതിരിക്കുകയും ചെയ്യുന്നു. ആ രീതി കൊണ്ട് കുറെ പേരൊക്കെ തെറ്റായ ധാരണകളിലെത്തും. പക്ഷെ അറിയാവുന്നവർക്കാർക്കും ആ ധാരണ തെറ്റായ ധാരണ ഉണ്ടാവില്ല. ആരും നിർബന്ധിച്ചല്ല പാർട്ടി ചേർത്ത്. ഈ തരത്തിൽ സ്കൂളിൽ പ്രോമിനന്റ് ആയതുകൊണ്ട്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പ്രോമിനന്റ് ആയതുകൊണ്ട് ശരിച്ച് ഈ ഇന്റലക്ച്വൽ വിഭാഗത്ത് പുസ്തകവും വിന്യാസമൊക്കെ അതാണ്. കമ്മ്യൂണിസ്റ്റുകാരായ ഒരുപാട് അധ്യാപകരുണ്ടായിരുന്നു വണ്ടിയുള്ള ഹൈസ്കൂളിൽ, ഞാൻ പഠിച്ച ഹൈസ്കൂളിൽ. അവരെല്ലാം കൂടി എന്നെ ചേർത്തതാണ്. അപ്പോ ആര് നിർബന്ധിച്ചല്ല പാർട്ടി ചേർന്നു. ഇപ്പൊ ഏകദേശം ഒരു 3 ആഴ്ചയായി കാണുമായിരിക്കണം ഈ മെമ്പർഷിപ്പ് സ്കൂട്ടറി, എന്റെ ബ്രാഞ്ചിന്റെ സ്കൂട്ടറി നടന്നു. ഞാൻ മെമ്പർഷിപ്പ് കൊടുത്തു. ആരും നിർബന്ധിച്ചിട്ടല്ല കൊടുക്കാതിരുന്നു. ഞാനിത് ആരോടും പറഞ്ഞില്ല. സ്കൂട്ടറി നടത്തിയ ബ്രാഞ്ച് കമ്മിറ്റിയിൽ 18 പേരുണ്ട്. ഞാൻ അടക്കം 18ആണ്. സ്കൂട്ടറി നടത്തി കഴിഞ്ഞാൽ DC-യുടെ നേരെ കൺട്രോളിലുള്ള ബ്രാഞ്ച് ആയതുകൊണ്ട് ആ മെമ്പർഷിപ്പ് രജിസ്റ്റർ അവിടെ DC-യിലായിട്ട് കൊടുക്കുക. പക്ഷേ ഇതൊരു ചാനൽ വന്നു. അത് DC ഓഫീസിൽ താനും കൊടുക്കില്ല. ഈ 18 മെമ്പർമാരിൽ ഒരാൾ കൊടുത്തതാണ്. അതാരും ആവട്ടെ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ പിന്നെ ഞാൻ അത് പരസ്യപ്പെടുത്തേണ്ടി വന്നു. ഒരു പോസ്റ്റ് ഇട്ടിട്ട്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ മെമ്പർഷിപ്പ് കൊടുക്കില്ല എന്ന കാര്യം ഞാൻ അറിയിച്ചു. കൂട്ടത്തിൽ 3-4 കാര്യങ്ങൾ കൂടി പറഞ്ഞു. അത്ര വലിയ പോസ്റ്റൊന്നും അല്ലായിരുന്നു. അത് വലിയ തരത്തിൽ സ്വാഭാവികമായിട്ടും പ്രചാരത്തിലായി. അതിന്റെ കാര്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരായി ഞങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞു എന്ന് പറയുമ്പോൾ പാർട്ടി സംഘടനയില്ല എന്നാണ് അർത്ഥം. എന്നാൽ ദശലക്ഷക്കണക്കിന് അനുഭാവികളാണ് പാർട്ടിക്കുള്ളത്. 10-70 ലക്ഷം വോട്ട് ഇവിടെ കിട്ടുമ്പോൾ പാർട്ടി മെമ്പർമാർ കേരളത്തിൽ 5 ലക്ഷം മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ ആകെ 10 ലക്ഷം ചെല്ലുവാനേ ഉള്ളത്. 5 ലക്ഷം കേരളത്തിലാണ്. പിന്നെ കുറച്ച് ബംഗാളിലാണ് കൂടുതൽ, തമിഴ്നാട്ടിലാണ് കുറച്ചുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.